എന്തായാലും ശംഭുചേട്ടാ, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ചിരിപ്പിക്കോ കരയിപ്പിക്കോ നിങ്ങളുടെ കയ്യില്ല. അയ്യോ ശരി, എന്താ പെർഫോം ചെയ്യാൻ പോകുന്നേ? 2-3 സ്റ്റാറുള്ള താരങ്ങളുടെ ശബ്ദം സൗണ്ടാണ് എടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശംഭുചേട്ടന് ഇവിടെ വന്നിട്ട് ഞാൻ അയ്യോ അടുത്ത ചെയ്യുന്നത് ഇന്നൊന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ തന്നെ ഒരു ഫാമിലി മെമ്പർ ആണ്. അപ്പൊ വെച്ചങ്ങ് കാച്ചിക്കോ. ഓക്കെടാ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മലയാളത്തിൻ്റെ സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ ഹാസ്യതാരമായി നിന്നിപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന് ശക്തമായ വില്ലൻ വേഷം ചെയ്യുന്ന സിദ്ദിഖേട്ടൻ്റെ വോയിസ് നോക്കാം. ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നു ജാനകി. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്ജക്ഷൻ അവൻ കാർത്തികേയൻ നിന്നെ ഏതൊരു തമിഴ് വില്ലേജ് കൊണ്ടുപോയി പാർപ്പിച്ചു. വിഡ്ഢിയായത് ഞാൻ. നിന്റെ ഭർത്താവ് ഉദ്യോഗം കാത്തിരിക്കുന്ന കിഴങ്ങനല്ല ഞാൻ. സൂപ്പർ ഗംഭീരം. ഓക്കെ ജാഫ്രിക്ക ചത്തതൊരു കഴിയൻ, കൊന്നതൊരു കഴിയൻ. എന്നാന്ന് വെച്ചാലേ അടുത്ത മാസം ഇലക്ഷൻ വരുവാണ്. ഈ ഒന്നാഴ്ച രണ്ടുപേരെയും കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭ താഴെ അങ്ങ് പോവും. എന്നാന്ന് വെച്ചാ ഇപ്പൊ എവിടെയായാലും കൊണ്ടുവന്ന അങ്ങന്മാരെ അങ്ങ് തൂക്കണം. അല്ലെന്ന് വെച്ചാ എല്ലാം കഴിയണങ്ങ് പോവും. ഇപ്പോ ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞു വെച്ചു അവൻ ചത്തെന്ന്. ഒരു കാര്യം ചെയ്തേക്ക്, ആ ചത്ത പോലീസുകാരനെ കൊണ്ടുവന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. മന്ത്രിസഭ നിലനിൽക്കണ്ടേ? അല്ലേടോ? പിന്നെ നാടകത്തിലൊക്കെ നിന്ന് തിരിച്ചു വന്ന് മലയാളത്തിലെ ശക്തനായ ഒരു വില്ലനായിരുന്നു കലാശാല ബാബു സാർ. പുള്ളി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെയ്യാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നതും വെട്ടാൻ വാളെടുത്തുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്നു ഇപ്പം ഈ നിമിഷം നീ ഇവിടുന്ന് വിട്ടോണം. ഇത് ജനമുറക്കിട്ട് പറയാ ആട്ടിയതൊക്കെ പഠനയിൽ അദ്ദേഹം മലയാളത്തിൻ്റെ ലാലേട്ടൻ ചെയ്ത നരസിംഹം എന്ന ചിത്രത്തിലെ ഡയലോഗ് പഠനയിൽ ചെയ്തായിരിക്കുന്നു. എന്റെ ദൃഷ്ടി പറിച്ച് പിഴച്ചുപോയ എത്ര അച്ഛന്മാരുണ്ടോ തറവാട്ടിൽ. എന്റെ ഭൂതാക്കട്ട് തുറന്ന് തന്റെ കുടുംബത്തെ പത്മമാക്കേണ്ടതായിരുന്നു ഞാൻ. പൂർവികർ ചെയ്ത മുന്നൽഭാവത്തിന്റെ പരമത്ത് കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇനി ഒരു നോട്ടത്തിന്റെ മേലിലെങ്കിലും കുത്തി നോവിച്ചാൽ പച്ചക്ക് കത്തിച്ചുള്ള കോപ്പിൽ നായരെ അരകരോഗര. ഗംഭീരം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ അങ്ങനെ പറയരുത്, ഇനി ഞങ്ങൾക്ക് വേണം സ്റ്റോക്ക്. പ്ലീസ് അങ്ങനെ സ്റ്റോക്ക് തീർന്നു പറയല്ലേ. എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ. കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. മണിച്ചേട്ടന്റെ ഫിഗർ അതും കൂടെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ശരി. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണിക്കിലുക്കം, പാട്ടേ നിന്റെ മണിക്കിലുക്കം. ശംഭുചേട്ടാ താങ്ക് യു സോ മച്ച്. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. ശംഭു സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യുന്നത്? സാധാരണ ഇപ്പം ഞാൻ സ്കിറ്റിൽ കണ്ടിട്ടുണ്ട് ശംഭു ഇവിടെ വന്ന് പൂണ്ട് വിളയാടുന്ന ഏറ്റവും കൂടുതൽ നൈറ്റിട്ടുള്ള വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ ക്യാരക്ടേഴ്സ് അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ വേഷങ്ങളോടുള്ള താല്പര്യം എന്താണ്? എല്ലാവരും ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ചെയ്യില്ല? ഞാൻ ഈ പ്രൊഫഷണലായിട്ട് വന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫീമെയിൽ വേഷം ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. ഇതങ്ങനെ ചെയ്തു തുടങ്ങി തന്നെ ദിവസം എന്റെ മണ്ടയിലായി. ഇപ്പൊ എല്ലാ വർഷവും പുതിയ ട്രൂപ്പിലോട്ട് വിളിക്കുമ്പോൾ അഡ്വാൻസും തരും, ഇതിനു വേണ്ടി ഞങ്ങൾ വിളിക്കും. ശരി. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല.
സിനിമയിൽ ഇപ്പോൾ ഇന്ദ്രൻ സേട്ടന്റെ പുതിയൊരു സിനിമ ചെയ്തു, റിലീസ് ആകാൻ വേണ്ടിയിരിക്കുന്ന വിത്തിൻ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. വിത്തിൻ സെക്കൻഡ് അതിലൊരു നല്ലൊരു വേഷം, ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്തായിരുന്നു. ഉടൻ റിലീസ് ആകാൻ വേണ്ടിയിരിക്കുക ആണല്ലേ. ഇപ്പൊ ഈ ക്യാരക്ടർ അല്ലാതെ സൗണ്ട് ചെയ്യുന്നത് ഇപ്പം നേരത്തെ ചെയ്ത ശബ്ദങ്ങള്, അതല്ലാണ്ട് വേറെ ഫിഗർ ചെയ്യുമായിരുന്നു, ഒരുപാട് ഫിഗർ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതൽ സ്കിറ്റാണ്. ശംഭുവിന് ഒരു പയറ്റി തെളിഞ്ഞ ഒരു ആക്ടറുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട് സ്റ്റേജിൽ. നിൽപ്പിലും മട്ടിലും ഭാവത്തിലെല്ലാം വളരെ റിലാക്സ്ഡ് ആണ്. അതായത് നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ, നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴുള്ള നമ്മളുടെ ഒരു പെരുമാറ്റമുണ്ട്. സ്റ്റേജ് നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശംഭുവിലുണ്ട്. ഇന്ദ്രൻ സേട്ടൻ്റെ പടത്തിൽ എനിക്ക് തോന്നുന്നത് ആ സിനിമ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ശംഭുവിന് വലിയ വലിയ വേഷങ്ങൾ എന്താണെങ്കിലും കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ വേദിയിൽ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ശംഭുവിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഒക്കെ ഒരു നല്ല ഭാവിയുണ്ട് ഉറപ്പായിട്ടും. അങ്ങനെ ആകട്ടെ. കാരണം നിങ്ങളുടെ രൂപത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. പല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫിഗർ ഉണ്ട്. അമ്പിളിച്ചേട്ടൻ്റെ പോലെ അമ്പിളിച്ചേട്ടനെ മീശ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിലേക്ക് വേണ്ടിയെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ഫിഗർ ഉണ്ട് അമ്പിളിച്ചേട്ടന്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് മീശയും താടി ഒട്ടിച്ചിട്ടാൽ നിങ്ങൾ വേറെ ഒരിക്കലും നമുക്ക് പിടികിട്ടാത്ത രൂപത്തിലേക്ക് പോകാനുള്ള ഒരു രൂപം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റായി മാറാനുള്ള സാധ്യത ഒരു ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കാണുന്നു. അങ്ങനെയായിട്ട് ചേട്ടാ ശംഭു പൊളിച്ചടുക്കിക്കണം. കാരണം ഈ ഒരു സെഗ്മെന്റ് എനിക്ക് തോന്നുന്നത് ശംഭുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആവും, അല്ലെ ആവട്ടെ എന്ന് ആശംസിക്കാം. കാരണം ഇതുവരെയും ഹാസ്യ കഥാപാത്രങ്ങൾ, അതായത് സ്കിറ്റുകളിനകത്തൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളെ ഒക്കെ അവതരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വന്നു പോകുന്ന തമാശ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആള് ഇങ്ങനെ വന്ന് ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളൊരു പ്രകടനം. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ, അതായത് ഇത്രയും ആർട്ടിസ്റ്റുകളെ അനുകരിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പോലും ഈ ഒരു രംഗത്ത് നമുക്ക് പോലും അങ്ങനെ അറിയില്ലായിരുന്നു. അതാണ് ഞങ്ങൾ അറിയാത്ത ശംഭുവിനെ ഇപ്പോൾ ഒരു വർഷത്തേക്ക് വേണ്ടിയോ ഈ വർഷം സീസൺ മുഴുവൻ ഈ ഒരു ഫിഗർ ആയിരിക്കും. അപ്പോൾ അത് ഇപ്പം നാദർഷിക പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഹാസ്യത്തിന് പറ്റുന്നൊരു മുഖം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമ്പിളിച്ചേട്ടൻ ഒരിക്കലും ഉപമിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഉപകരണം എന്ന് പറയുന്നത് മുഖമാണ്. ഇവിടെ ചിലപ്പോൾ ഒരു മറുക് വെച്ചാലോ അല്ലെ ഒരു മീശ ഒട്ടിച്ചാലോ നമ്മുടെ പ്ലേയിങ് ഗ്രൗണ്ട്, അതുകൊണ്ട് എപ്പോഴും പുള്ളിക്കാരൻ മീശ വെക്കാറില്ല. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഫുൾ ക്ലീൻ ഷേവ് ആയിരിക്കും. അവിടെ എന്ത് വേണേലും ഫിറ്റ് ചെയ്താൽ ആ കഥാപാത്രം എന്ന് പറഞ്ഞ പോലത്തെ തന്നെയുള്ള ഒരു മുഖം ദൈവം അനുഗ്രഹിച്ച് ശംഭുവിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ. പക്ഷേ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ തന്നെ എത്രയോ ഇനി ഒരുപാട് കാര്യങ്ങൾ ശംഭുവിന് ചെയ്യാൻ പറ്റും കലാലോകത്ത്. അങ്ങനെ സംഭവിക്കട്ടെ, ആശംസ. രജനി ചേച്ചി നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയതിൽ. എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരേ സമയത്ത് ചിരിപ്പിക്കാനും അതുപോലെ കരയിപ്പിക്കാനും പറ്റുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാന്ന് പറയണത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശംഭു നമ്മളെങ്ങനെ കൊടുകൂടാ ചിരിപ്പിച്ച് എനിക്കൊന്നും നിർത്താൻ പറ്റാത്ത അത്ര രീതിയിലായിരുന്നു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിങ്ങലാണ്. പക്ഷെ മണിച്ചേട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ്, ശരിക്കും ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്.